മലയാള സിനിമയിലെ ശ്രദ്ധേയമായ തീം നോട്ടുകളുടെ അന്വേഷണം തുടരുന്നു. മലയാളികളുടെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പച്ചൻ്റെ പ്രവൃത്തിപഥമാണ് ഇന്ന് നമ്മളുടെ അന്വേഷണ വിഷയം. കമ്പോസർ എന്നുള്ള രീതിയിലുള്ള കരിയർ തുടങ്ങുന്നത് ആരവം എന്ന് പറഞ്ഞ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയാനുള്ള അറിവ് ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പിന്നെ നമ്മളുടെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളും വെച്ച് നമ്മൾ ഒരു ചെറിയ കണക്കൂട്ടലിലൂടെ നമ്മൾ പലതും പറയുന്നു മാത്രം. ഫസ്റ്റ് പിക്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. ആരവെന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് അതിൽ ഒരു റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭരതേട്ടൻ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാനത് വിസമ്മതിച്ചു, അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ. അപ്പോൾ പുള്ളി പറഞ്ഞു, താൻ അഭിനയിക്കുന്നു വേണ്ട, താൻ ഇവിടെ വന്നിട്ട് വയലിൻ വായിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ക്വൈറ്റ് ഇൻട്രസ്റ്റിങ്. കാരണം അന്ന് വയലിൻ ഞാൻ വിട്ടുപിരിഞ്ഞിരിക്കാറില്ല, ഉറങ്ങുന്ന നേരത്തെ ഒഴിച്ച്. എനിക്കന്ന് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന ഒരു പ്രതീതിയൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ കാലത്ത് എണീക്കും, ഏർലി മോർണിംഗ് എണീക്കും, എൻ്റെ ബാക്കി ദിനചര്യകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയലിനെടുക്കും, പ്രാക്ടീസ് ചെയ്യും. ഇടയ്ക്ക് വിളിക്കും, ഷോട്ടിൽ വന്ന് നിൽക്കാൻ പറയും. അവിടെ നിൽക്കുമ്പോഴും അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരതേട്ടൻ എൻ്റെ അടുത്തൊരു സൂചന തന്നു, എന്താ വായിക്കുക എന്നുള്ള ഒരു ഇത് പറഞ്ഞു. ഈ സീനൊക്കെ കാണുന്നില്ലേ, അതിന് തനിക്ക് എന്താ തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചോളൂ എന്നും പറഞ്ഞു. അങ്ങനെ അവസാനം വായന തുടങ്ങി. തമാശയ്ക്ക് തമാശ മ്യൂസിക്, ഇതൊക്കെ നമ്മളുടെ ഒരു ഇമാജിനേഷനാണ്. ഇത് ശരിയാകണമെന്നൊന്നുമില്ല. നമ്മൾ പലതും കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള നമ്മളുടെ ചെറിയ ഒരു അറിവ് വെച്ചിട്ട് അവിടെ അവർ അങ്ങോട്ട് വഴിക്ക് വീഴുമ്പോൾ അതിനനുസരിച്ച് ബഹദൂർഖാനെ കുളിപ്പിക്കുന്ന നേരത്ത് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ച് മ്യൂസിക്. സർക്കസ് നടക്കുമ്പോൾ അതിനനുസരിച്ച് സങ്കടം വരുമ്പോൾ സങ്കടത്തിൻ്റെ മ്യൂസിക്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു വയലിനിൽ അവിടെ വായിച്ചുകൊണ്ടിരുന്നിരുന്നു. അത് ആക്ടിങ്ങിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവർ അന്ന് നാഗ്രയിലാണ് ഈ സൗണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇവർ ഡയലോഗ് എഴുതിയെടുക്കാൻ വേണ്ടി അസിസ്റ്റൻസ് ഇത് പ്ലേ ചെയ്യുമ്പോൾ പല സ്ഥലത്തും ഡയലോഗിനേക്കാൾ മേലെ എൻ്റെ വയലിൻ വായിച്ചുള്ളതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഭരതേട്ടൻ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് അദ്ദേഹം മനസ്സിലെന്തോ വെച്ചു. ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പടത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റീ റെക്കോർഡിങ് സമയത്താണ് ഭരതേട്ടൻ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ, എടോ താൻ വായിച്ചിരിക്കുന്ന വയലിൻ പീസസൊക്കെ തന്നെയാണ് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് വെക്കേണ്ടത്. അപ്പോൾ താൻ ഈ റീ റെക്കോർഡിങ് ചെയ്യും. ഇപ്പോൾ ജോൺസൺ ആണെങ്കിൽ ദേവരാജൻ മാഷ്ട കൂടെ നിന്ന് കുറച്ച് പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു ജോൺസനെ വേണമെങ്കിൽ വിളിക്കാം, ജോൺസണോട് ചെയ്യാൻ പറയും. അപ്പോൾ പറഞ്ഞു, അല്ല ജോൺസൺ വന്ന് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷേ തൻ്റെ ഒരുപാട് മ്യൂസിക് ഇതിലുണ്ട്, അതും കൂടി വരണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ജോൺസണോട് പറഞ്ഞപ്പോൾ ജോൺസൺ ഇതിന് താല്പര്യമുള്ളതാണ്, പിന്നെ ആദ്യം കിട്ടുന്നൊരു ഓപ്ഷനാണ്, വേറെ ഒന്നും നോക്കിയില്ല, എന്നാൽ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജോൺസൺ വരുന്നു. ഞങ്ങൾ കർപ്പൂരം സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. ആരവത്തിൻ്റെ ടൈറ്റിൽ കാർഡ് കണ്ടവർ ഒരു സംഗീത സംവിധായക ദ്വയം മലയാള സിനിമയിൽ അവതരിച്ചു എന്ന് കരുതി. ജോൺസൺ ഔസേപ്പച്ചൻ എന്നായിരുന്നു ടൈറ്റിൽ. സുഹൃത്തുക്കളും ഒരേ നാട്ടുകാരുമായിരുന്നു ഇരുവരും. പക്ഷേ അവരുടെ സംഗീത പാതകൾ വ്യത്യസ്തമായിരുന്നു. പിന്നീട് ഒരിക്കലും അവരൊരുമിച്ച് പശ്ചാത്തല സംഗീതം നിർവഹിക്കുക ഉണ്ടായില്ല. പിന്നീട് വീണ്ടും എനിക്ക് ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട്, ഇതിപ്പോൾ ഞാനും ജോൺസണും കൂടിയാണ് ചെയ്തത് ആരവം. അതിനുശേഷം എൻ്റെ തനിച്ചുള്ള ക്രെഡിറ്റിൽ വന്നത് ഈണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക്, അതിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അപ്പോൾ ഈ പടത്തിന് അതിന് രണ്ട് പാട്ടുണ്ട്. ആ രണ്ട് പാട്ട് ഭരതേട്ടനും വേണു നാഗവള്ളിയൊക്കെ കൂടി അവർക്ക് കൂടി പാടി ഒപ്പിച്ച്, അപ്പോഴേക്കും ഞാൻ സാങ്കേതികമായിട്ടുള്ള വിദ്യയൊക്കെ കുറച്ചൊക്കെ പഠിച്ചല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് വളരെ സന്തോഷത്തോടെ പോയിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നപ്പോൾ എന്നാൽ പിന്നെ അത് കംപ്ലീറ്റ് എന്നെ ഏൽപ്പിക്കാമെന്ന് ഭരതേട്ടൻ തീരുമാനിച്ചത്. ഈണം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ചെയ്യുമ്പോൾ പശ്ചാത്തല സംഗീതം കൂടെ താൻ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് ഔസേപ്പച്ചൻ ഓർത്തില്ല. ഭരതൻ ആ നിയോഗം കൂടി ഏൽപ്പിക്കുമ്പോൾ ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലെ ആദ്യത്തെ കാൽവെപ്പായി അത് മാറി. പല സിനിമകളിലും മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് പാട്ട് ചെയ്തിട്ടുള്ള സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ഔസേപ്പച്ചൻ പാട്ട് ചെയ്ത പടത്തിന് വേറെ ആൾക്കാർ പശ്ചാത്തലം ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു കംപ്ലീറ്റ് ഫിലിം എന്ന് പറയുന്നത് കാതോട് കാതോരം 85 അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ പലരും അത് കേട്ടിട്ട് വളരെ ഡിഫറെൻ്റ്, അന്നും ഞാൻ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് കൊടുക്കണം. എനിക്ക് മ്യൂസിക് ഈ ആവർത്തിച്ച് ചെയ്യുന്ന മ്യൂസിക് അല്ലെങ്കിൽ ഒരു രീതി
നമ്മൾ ഇന്ന രീതിയിൽ അവിടെ ഒരു സീൻ വരുമ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാക്കണം. മ്യൂസിക്കലി സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹാർമണീസും അപ്ലിക്കേഷൻസ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റേഷൻ അതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തു. അതിൽ സക്സീഡഡ് ആണ് ഞാൻ എന്ന് എനിക്കും അറിയാം, അതിൻ്റെ ഡയറക്ടർ ഭരതേട്ടനും അറിയാം, ഭരതേട്ടനും ഇഷ്ടമാണ്. പക്ഷേ പൊതുവേ ഒരു പഞ്ച് കുറവ്. അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടായിരിക്കാം എന്ന് ഞാനത് ധരിച്ചു. പക്ഷേ ഇന്നിപ്പോൾ അത് കാണുമ്പോൾ തിരിച്ച് കാണുമ്പോൾ അതൊരു പുതുമയായിട്ട് ഇന്നും നിലകൊള്ളുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആവേണ്ട ആൾ ഔസേപ്പച്ചനായിരുന്നു. കാരണം അത്രമാത്രം അടുത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞങ്ങൾ കോളേജ് കാലഘട്ടം മുതലുള്ള ഒരു അടുപ്പമാണ്. ഞാൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്നു, അദ്ദേഹം തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ പഠിക്കുന്നു. എന്നെക്കാളും സീനിയറായിരുന്നു സെൻറ്റ് തോമസിൽ. അപ്പം ഞങ്ങളുടെ കോളേജിൽ ക്രൈസ്റ്റ് കോളേജിൽ അന്ന് വയലിൻ വായിക്കാൻ വരുമായിരുന്നു ഔസേപ്പച്ചൻ. അപ്പം ഞാൻ അത്യാവശ്യം നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മ്യൂസിക് ട്രൂപ്പായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അന്ന് വയലിൻ വായിക്കാൻ വരുന്ന ചെറുപ്പക്കാരനായ ഔസേപ്പച്ചനാണ് എനിക്ക് ആദ്യം പരിചയം. പിന്നെ മദ്രാസിൽ അദ്ദേഹം എന്നെക്കാളും മുമ്പേ ചെല്ലുകയും അദ്ദേഹം സിനിമയിൽ സജീവമായി ദേവരാജ മാഷ കൂടെയും അവരുടെയൊക്കെ വയലിൻ വായിക്കാനൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ മദ്രാസിൽ ചെന്ന ഉടനെ എൻ്റെ ആദ്യകാല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അവിടെ കോടമ്പക്കത്ത്. പിന്നീട് ഭരതേട്ടൻ്റെ കൂടെ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയാണ് ഔസേപ്പച്ചൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മ്യൂസിക് ചെയ്ത സിനിമ. ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. അപ്പോൾ ആ സിനിമയുടെ പാട്ടുണ്ടാക്കാൻ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ കൂടെയുണ്ട്. ONV സാറാണ് പാട്ട് എഴുതിയത്, ഭരതേട്ടനും ജോൺ പോളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഔസേപ്പച്ചൻ്റെ ആദ്യത്തെ സിനിമയുടെ ഒരു അങ്കലാപ്പ് എന്തായാലും ഔസേപ്പച്ചനുണ്ടല്ലോ. കാതോട് കാതോരത്തിന് കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ ഭരതേട്ടൻ ഒരു എന്താ പറയുക ഗുരുസ്ഥാനത്താണല്ലോ. അപ്പോൾ പലപ്പോഴും എന്നോടാണ് ഔസേപ്പച്ചൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ചും കാതോട് കാതോട് എന്നുള്ള പാട്ട്, പിന്നെ ദേവദൂതർ പാടി എന്നുള്ള പാട്ട്, അതിൻ്റെ ട്യൂൺ ആദ്യം എന്നെ പാടി കേൾപ്പിച്ചതിന് ശേഷമാണ് ഇത് ഭരതേട്ടനെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല എന്നുള്ള രീതിയിലാണ്